നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. നമ്മുടെ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കി പൈസ കൊണ്ട് വാങ്ങിച്ച വീടാണ്. അപ്പോൾ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിന്റെ അടുത്തുള്ള സ്ഥലമാണ്. നമ്മളിപ്പം അത് PG ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആ വീട് കാണിക്കുന്നതാണ്. വീടിന്റെ മൊത്തമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഇട്ടാണ് കൊടുക്കാൻ പോകുന്ന വീട് ഉദ്ദേശിച്ച് ഈ വീടാണ്. ഇതാണ് ആ വീട്. ഫസ്റ്റിലെ കയറുമ്പോൾ തന്നെ ഒരു ഗേറ്റ് ഉണ്ട്. എല്ലാത്തിനും വാഹനം, 2 വാഹനം 3 വാഹനം എല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ബൈക്കോ കാറോ എന്തോരം വേണേൽ പാർക്ക് ചെയ്യാം. ഹലോ, ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ആൾക്കാർ താമസിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ പൊടിയെ പിടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല ഉണ്ട്, 2 തെങ്ങുണ്ട്, നമുക്ക് റംബൂട്ടാൻ മരമുണ്ട്. നല്ല സ്വന്തമായിട്ടുള്ള ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറാണ്. ഏത് വേനൽക്കാലത്ത് നല്ല വെള്ളമുണ്ട്. നോക്കാം, വെള്ളം പറ്റത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെയാണ് പിറകി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ. ഈ ലോക്കലിൽ ഈയിടെ മാറാൻ നല്ല പുതിയ ലോക്കാണ്. ഇതാണ് ഇതിന്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ലൈറ്റ് ഫാൻ നമ്മൾ ഓൾറെഡി ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറെ കൊണ്ടുവരാനില്ല. പിള്ളേർക്ക് ഫുഡ് കഴിക്കാനും പഠിക്കാനുള്ള ടേബിൾ ഉണ്ട്. അവരുടെ ബുക്കുകൾ വെക്കാനുള്ള ഡ്രോ ഉണ്ട്. എന്ത് വേണേൽ വെക്കാം. ഇതാണ് മെയിൻ ഹാൾ. ഇത് ഇവിടെ നമ്മള് ബാത്റൂം ഉണ്ട്. ഹാളിൽ തന്നെ ഒരു ബാത്റൂം ഉണ്ട്. യൂറോപ്യൻ ആണ്, നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. എല്ലാ പൈപ്പിലും എല്ലാം വെള്ളമുണ്ട്. ബാത്റൂം ലൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. അടുത്തത് ഇവിടെ നമുക്കൊരു പൂജാമുറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കുള്ള പൂജാമുറി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട ആദ്യത്തെ റൂമാണ്. അപ്പോൾ ഇതിന്റെ മാസ്റ്റർ റൂം എന്ന് പറയുന്നത് നമ്മളിവിടെ ബെഡെല്ലാം എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 ബെഡുണ്ട്. 4 പിള്ളേർക്ക് റൂമാണ്. ഇവിടെ അലമാരി ഉണ്ട്, കബോർഡ്, 2 എല്ലാം വെക്കാം. ഡ്രസ്സുകൾ, അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് നമ്മുടെ 2ാമത്തെ റൂം. ഇവിടെ ബാത്റൂം ഇല്ല. ഇവിടെ 4 പേർക്ക് കിടക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പണ്ട് കൊടുത്തോണ്ടിരുന്ന 3 കിടക്കണം, 3 പേരാണ് ഇവിടെ കിടന്നോണ്ടിരുന്നത്. നല്ല ബെഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ബെഡില്ല, കട്ടിലുണ്ട്. ബെഡ് നമ്മൾ കൊടുത്തില്ല. ബെഡ് കൊണ്ടുവരണം. കബോർഡ് ഉണ്ട്. എല്ലാ റൂമിലും ഹാളിലും എല്ലാ സ്ഥലത്തും കബോർഡ് ഉണ്ട്. വേണ്ട എല്ലാം വെക്കാം. എല്ലാത്തിലും ഫാനുണ്ട്. ഫാനിലേക്ക് നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ ആരും കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കാണുമ്പോൾ അടുക്കള. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അടുക്കളയിലാണ്. അവരെല്ലാം വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിച്ച് പാടാണ്. അപ്പൊ ഇവിടെ ഈ വീട്ടിലാകുമ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം. അടുക്കള ഇതാണ് അടുക്കള. അത്യാവശ്യം സൗകര്യം, ഒരു 5-6 പേർക്ക് നിന്ന് പെരുമാറാൻ സൗകര്യമുള്ളൊരു അടുക്കളയാണ്. ഈ അടുക്കളയിൽ തന്നെ നമ്മളൊരു സ്റ്റോർ റൂം വരുന്നുണ്ട്. എവിടെയാണ് സ്റ്റോർ റൂം? നമുക്ക് വേണ്ട പാത്രങ്ങളെല്ലാം ഇങ്ങോട്ട് വയ്ക്കാം. നിരന്ന് വാരി കിടക്കത്തില്ല. ഫുൾ എല്ലാ വാട്ടറും എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ ഇവിടെ 2ാമത്തെ ഒരു അടുക്കളയായിട്ട് ഇവിടെ നമ്മൾ സ്ഥലം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ വെജിറ്റേറിയൻ കുക്ക് ചെയ്യുന്നവർക്ക് അവിടെ അങ്ങനെ, ഇവിടെ മറ്റൊരു കുക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ കുക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ നേരെ പുറത്തോട്ട് പോകും. നമ്മൾ മെയിനായിട്ട് ഈ വീട് 5 പേർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം പോയ 8 പേര്. ഏകദേശം വാടക ഒരു 2 രൂപ അടുത്ത് വരും. ഇത് നേരെ ഏറ്റുമാനൂർ ടൗണിന്റെ അടുത്താണ്. അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണ്. ഇവിടെ ഇത്രയും സൗകര്യമായിട്ട് വേറൊരു വീട് കിട്ടാൻ ടൗണിൽ വേണ്ട എന്ത് വേണേ വാങ്ങാനില്ല. ഇവിടെ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്ഥലം കിടക്കുന്നത്. എന്ന് വെച്ചാൽ കൃത്യം പറഞ്ഞാൽ സംസ്കൃത് കോളേജിന്റെ പിറകില്. അപ്പം വേണ്ടവര് നമ്മളെ കമന്റ് ബോക്സിൽ വെച്ചിട്ടാൽ മതി. നമ്മുടെ നമ്പർ തന്നെയാണ്.